എറണാകുളം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ സ്വദേശിയായ ദുർഗ കാമി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ദുർഗയെ വെന്റിലേറ്റർ പിന്തുണയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. ആശുപത്രി അധികൃതരോടും സഹോദരനോടും ഒക്കെ ദുർഗ സംസാരിച്ചിട്ടുമുണ്ട്. മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുമുണ്ടെന്ന് ഡോക്ടർമാരും പറഞ്ഞു. ഇതാണ് നാം കേൾക്കാനും കാണാനും ആഗ്രഹിച്ചത്. നേപ്പാളിൽ നിന്ന് 21-കാരിയായ ദുർഗാകാമി കേരളത്തിലെത്തിയത് ജീവന് വേണ്ടിയാണ്. അമ്മയുടെയും സഹോദരിയുടെയും ജീവനെടുത്ത ജനിതക രോഗം മൂർച്ഛിച്ചപ്പോൾ ഹൃദയം മാറ്റിവെക്കുകയല്ലാതെ വേറെ വഴി അവൾക്ക് മുന്നിലായിരുന്നു. ഒരു നിമിത്തമെന്നോണം ദുർഗ കേരളത്തിലെത്തി. ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നിയമം തടസ്സമായി നിന്നപ്പോൾ ആ പോരാട്ടവും അവൾ മറികടന്നു. ജീവൻ രക്ഷിക്കാൻ പൗരത്വം തടസ്സമാകരുതെന്ന കോടതിയുടെ ഉത്തരവ് അവൾക്ക് തുണയായി. ഒടുവിൽ ഡിസംബർ 22-ന് രാജ്യത്താദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നു. ഒടുവിൽ ദുർഗ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. കഴിഞ്ഞ ദിവസം ദുർഗയെ വെന്റിലേറ്റർ പിന്തുണയിൽ നിന്നും മാറ്റി. മരുന്നുകളോട് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുമുണ്ട്. സഹോദരനോടും ഡോക്ടർമാരോടും ദുർഗ സംസാരിക്കുകയും ചെയ്തു. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിചരണയിലാണ് നിലവിൽ ദുർഗ. പേഷ്യന്റ് സംസാരിക്കുന്നുണ്ട്, വെൽ കോൺഷ്യസ് ആണ്, സെഡേഷൻ ഒന്നുമില്ല. അത് വളരെ സാറ്റിസ്ഫാക്ടറി ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. yesterday मैं गया था उधर अंदर, तो उसने बताया, मेरे को पहचाना. मैंने पूछा मैं कौन, कहा मैं भाई, मेरा भाई. और वो कॉन्शियस एक ही नहीं पता लाने के लिए मैंने पूछा. കൂടപ്പിറപ്പ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് തിലക് കാമി. കൂടെ നിന്നതിന് കേരളത്തിനോടും ആരോഗ്യ സംവിധാനത്തോടും തിലക് നന്ദി അറിയിച്ചു. Kerala's people, Kerala's health service is nice, very good, best. They encourage me, don't be sad, it will all okay. Health minister also came here, no? And she also met me, and we all are with you. Don't be sad, don't be afraid, be happy. So are you happy right now? Yes, I am very happy. ദുർഗയുടെ തിരിച്ചുവരവ് മലയാളികളുടെ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് ഒട്ടും തന്നെ മങ്ങലേറ്റിട്ടുമില്ല. കാരണം ഒന്നേയുള്ളൂ, ഇത് കേരളമാണ്. ജോയ്സിയാറിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ദുർഗയെ ഇങ്ങനെ പൂർണ്ണ ആരോഗ്യവതിയായി കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുന്നുണ്ട്, വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നമുക്കൊപ്പം സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട് തത്സമയം. സ്നേഹ, ശരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ദുർഗയുടെ മുഖം കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ദുർഗ വലിയൊരു ദൗത്യത്തിന്റെ കൂടി ഭാഗമായിരുന്നു. ആദ്യമായിട്ടാണ് രാജ്യത്ത് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു ഹൃദയപൂർവ്വം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. അത് പൂർണ്ണ വിജയമായി, അത്ര വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമായി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ദുർഗ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നറിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സന്തോഷം തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, വലിയ നിയമ പോരാട്ടം കൂടി നടത്തിയാണ് ഇപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ദുർഗ തന്നെ വഴികാട്ടിയത്. ഇക്കഴിഞ്ഞ ഡിസംബർ 22-നായിരുന്നു രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ, അതായത് 21-കാരിയായ ദുർഗാ കാമിക്കായിരുന്നു കൊല്ലം സ്വദേശിയായ ലിജോയുടെ ഹൃദയം വെച്ചുപിടിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ, അത് എല്ലാവരും കാത്തിരുന്ന ആ ഒരു വാർത്തയാണ്. ദുർഗ ജീവിതത്തിലേക്ക് മടങ്ങി എത്തി എന്നൊരു വാർത്ത. അപ്പോൾ കഴിഞ്ഞ ദിവസം ദുർഗയെ വെന്റിലേറ്റർ പിന്തുണയിൽ നിന്ന് മാറ്റി. ദുർഗ ഡോക്ടർമാരോടും അതോടൊപ്പം തന്നെ സഹോദരനോടും സംസാരിച്ചു. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. അത് കാണുമ്പോൾ മലയാളികൾ ഓരോരുത്തരുടെയും മനസ്സ് നിറയും എന്നൊരു കാര്യം തീർച്ചയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരുന്നത്. കാരണം കേരളത്തെ വിശ്വസിച്ച് നേപ്പാളിൽ നിന്നും വന്ന ഒരു 21-കാരിയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും നിയമം ഒരു തടസ്സമായിരുന്നു. കാരണം കേന്ദ്ര നിയമം എന്നത് ഇന്ത്യയിലെ പൗരന്മാർക്ക് ആദ്യം മുൻഗണന കൊടുക്കണം ഈ അവയവമാറ്റത്തിൻ്റെ കാര്യത്തിൽ എന്നതായിരുന്നു. അപ്പോൾ അതിനുശേഷം 8 മാസത്തോളം ഒരു നിയമ പോരാട്ടം ദുർഗ നടത്തിയെന്നതാണ്. അപ്പോൾ ഈ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു മനുഷ്യത്വപരമായ ഒരു ഉത്തരവ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഉത്തരവ് വന്നു. അത് ദുർഗയ്ക്ക് അനുകൂലമായി മാറി. പൗരത്വമല്ല, മനുഷ്യത്വമാണ് പരിഗണിക്കേണ്ടത് എന്നതായിരുന്നു കോടതിയുടെ ആ ഒരു ഉത്തരവ്. അതിനുശേഷം ദുർഗയ്ക്ക്
ഒരു അനുയോജ്യമായൊരു ഹൃദയം ലഭിച്ചു. അപ്പോൾ ദുർഗയെ സംബന്ധിച്ചിടത്തോളം ദുർഗയും ദുർഗയുടെ സഹോദരനും അനാഥാലയത്തിൽ നിന്നാണ് വളർന്നത്. ദുർഗയുടെ അമ്മയും ദുർഗയുടെ സഹോദരിയും ഇതേ അസുഖം ബാധിച്ചാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഈ ജനിതക രോഗത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാനായിട്ട് ദുർഗ തയ്യാറായില്ല. അതുതന്നെയാണ് അപ്പോൾ ഈ അനാഥാലയ നടത്തിപ്പുകാരൻ്റെ സുഹൃത്തായ ഡോക്ടർ വഴിയാണ് ദുർഗ നേപ്പാളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇത്തരത്തിൽ ഈ മരുന്നുകളെല്ലാം ദുർഗ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി എന്നത് ദുർഗയുടെ ജനിതക രോഗം തന്നെയാണ്. ഹൃദയം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ജനിതക രോഗം അതിൻ്റെ ലക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തുടങ്ങും എന്ന് തന്നെയാണ്. അപ്പോൾ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണ് ഈ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ദുർഗ പതിയെ ഒരു സാമൂഹ്യപരമായ ജീവിതത്തിലേക്കും ആരോഗ്യപരമായ ജീവിതത്തിലേക്കും വരികയും പൂർണ്ണമായും ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് തിരികെ എത്താൻ കഴിയട്ടെ ദുർഗയ്ക്ക്. ശരിക്കും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ദുർഗ. ഇപ്പോൾ ആരോഗ്യവതിയാണ് എന്നറിയുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ജനിതക രോഗം ഇപ്പോഴും ദുർഗയെ വേട്ടയാടുന്നുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ കഴിയട്ടെ ദുർഗയ്ക്ക്.